എന്താണ് ബ്ലേഡ് പാർക്കിംഗ്? വളരെ ടൈറ്റായിട്ട് പാർക്ക് ചെയ്യണതിനാണ് ബ്ലേഡ് പാർക്കിംഗ് എന്ന് പറയുന്നത്. ഇത് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എവിടെ വേണമെങ്കിലും പാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ സാധാരണ ഒരു റോഡിൻ്റെ വീതി വെച്ചിട്ടാണ് ഈ പാർക്കിംഗ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ കാറ് പാർക്ക് ചെയ്യാൻ പോകുന്നത് ഗേറ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ സ്പേസിലേക്കാണ്. ഈ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറിൻ്റെ വീതിയെക്കാട്ടും ഒരല്പം കൂടി കൂടുതലുണ്ട്, അത്രയ്ക്കുള്ളൂ. അപ്പോൾ അതിലേക്കാണ് നമ്മൾ പാർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഇങ്ങനെ പാർക്ക് ചെയ്യാൻ തുടക്കക്കാർക്ക് വളരെ പ്രയാസമാണ്. എന്നാൽ പരിചയമുള്ളവർക്ക് പാർക്ക് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ആകെ ഒറ്റ കാര്യം പഠിച്ചാൽ മതി, വണ്ടി സ്ട്രെയിറ്റ് ആക്കാൻ. വണ്ടി സ്ട്രെയിറ്റ് ആക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നേരെ ബാക്കിലേക്ക് പാർക്ക് ചെയ്തിടാം. അതാണ് ഇതിൻ്റെ മെത്തേഡ്. അതല്ലാതെ ഇതിൽ വേറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒന്നുമില്ല. ആകെ പഠിക്കാനുള്ളത് വണ്ടി സ്ട്രെയിറ്റ് ആക്കാനുള്ളത് മാത്രമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ക്ലോസ് ആയിട്ട് പാർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്കതിൻ്റെ സാഹചര്യം വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തിനങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുപോലെ ഇതിനെക്കാട്ടും കൂടുതൽ സ്ഥലം ഉണ്ടായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. അവർക്ക് ആത്മവിശ്വാസം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത്രയും സ്പേസിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെക്കാട്ടും കൂടുതൽ സ്പേസിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാമല്ലോ. ഇനി ഇത്രയും സ്പേസിൽ തന്നെയാണ് നിങ്ങൾ പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാക്ക് ഡോറ് കഴിയണ വരെ ചെയ്യാൻ പാടുള്ളൂ. ഫ്രണ്ട് ഡോറ് കടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അങ്ങനൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതും കൂടി മനസ്സിലാക്കുക. അപ്പോൾ നമ്മളിങ്ങനെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ നമുക്ക് ഇറങ്ങി പോകാനായിട്ട് സാധിക്കും. ഫ്രണ്ട് ഡോറിൻ്റെ അവിടെ വരെ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ ഫ്രണ്ട് ഡോറ് തുറക്കാൻ പറ്റണം. അതിനപ്പുറത്തേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് ഡോറ് തുറക്കാൻ പറ്റില്ല. അങ്ങനൊരു പ്രശ്നമുണ്ട്. ആർക്കെങ്കിലും ഇത് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക.